ഹായ് ഹായ് ഡിയർ, അസ്സാം വലൈക്കും. നല്ല മഴയല്ലേ, ഒരു കുഞ്ഞു വ്ളോഗാണ് ഇപ്പം. പിന്നെ പുറത്തൊക്കെ നല്ല മഴയൊന്നും പെയ്യുന്നു. ഇപ്പോഴാകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. പൂപ്പൽ വന്നിട്ട് പിന്നെ ഫുള്ള് കൈ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കട്ടോ. പിന്നെ ഇതൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ട് ഇതിൽ കാര്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ പാലും പിന്നെ കോൺഫ്ലവറും വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഇത് 1/2 ലിറ്റർ പാലാട്ടോ, 500 ml. പിന്നെ 2 സ്പൂൺ കോൺഫ്ലവറും കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഒരു പട്ടയും പിന്നെ ഒരു ഏലക്കായും കൂടി ഇട്ടെടുക്കട്ടെ. പിന്നെ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം ഓവർ കട്ടി ഓവർ തിന്നാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം കട്ടിയായാലും പിന്നെ നമുക്ക് പുഡിങ് ട്രേക്ക് ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു കട്ടി പിന്നെ തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവുമല്ലോ. അപ്പോൾ ഈ രീതിക്ക് മതി കേട്ടോ. ഇനിയിപ്പോൾ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. പുഡിങ് ട്രേ പ്ലേറ്റ് ആയാലും മതി. നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കല്ലേ, ഗസ്റ്റ് ഒന്നും വരുമ്പോൾ കൊടുക്കാമെന്നില്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്ത്, ബ്രെഡ് നമ്മൾ അളവിനനുസരിച്ച് എടുക്കട്ടോ. പിന്നെ ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ വശമൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കുക. ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കിയാലും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിപ്പ് പോയി കിട്ടും. പിന്നെ ഓരോന്ന് നിരത്തി വെച്ചിട്ട് ഉണ്ടാക്കിയ ആ മിക്സഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ നല്ല ചൂടിൽ തന്നെ ഒഴിച്ച് കൊടുക്കട്ടെ. 2 ലെയർ വെച്ച് കൊടുത്താൽ മതി. പിന്നെ 3 ലെയറിനുള്ള മിക്സഡ് ഇല്ല കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക.